ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് നേടണമെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 48ആണ്. ഈ 48 മാർക്കാണ് നമ്മുടെ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ. അതായത് ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുന്ന, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കുട്ടികളുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ A+ പ്രതീക്ഷിച്ച് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ എനിക്കിതൊന്നും ഒരിക്കലും നേടാൻ പറ്റില്ല, എനിക്ക് അത്രയും ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ പാസിനുള്ള ഒരു 48 മാർക്കെങ്കിലും വേണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, A+ൽ കുറഞ്ഞതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് അല്ലെങ്കിൽ ഒരു മിനിമം മാർക്കിന് ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ ഏറ്റവും വലിയൊരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു A+ വാങ്ങണം എന്നുള്ളതായിരിക്കണം എന്നല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു സേഫ് മാർക്ക്, അതായത് 48 എന്ന് പറയുന്നത് നമ്മുടെ ബഫർ സോണാണ്. അതായത് അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ഡേഞ്ചറിലായിരിക്കും. അപ്പോൾ 48 മാർക്കെങ്കിലും എങ്ങനെയെങ്കിലും വാങ്ങിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മൊത്തം 19 ചാപ്റ്ററുകളാണുള്ളത്. ഈ 19 ചാപ്റ്ററുകളുടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു 45 മുതൽ 55 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരിക. അതായത് 80 മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ 45 മുതൽ 55 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരിക ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബാക്കി ഒരു 10 മാർക്കിന് വരെ നമുക്ക് ജനറലായുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് പോലത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാസേജ് തന്നിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഒരു 10 മാർക്കിന്. അപ്പോൾ 65 മാർക്കായി. ബാക്കി നമുക്കൊരു ഗ്രാമറിന് അങ്ങോട്ട് വിട്ടു കൊടുക്കാം. അതായത് ഒരു 10 മുതൽ 15 മാർക്ക് മാക്സിമം ആണ് കേട്ടോ. സാധാരണഗതിയിൽ ഒരു 10-12 മാർക്കിനൊക്കെ വരാറുള്ളൂ. ഏകദേശം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ 80 മാർക്കാവുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ 45 മുതൽ 50 മാർക്ക് അല്ലെങ്കിൽ 55 മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 19 ചാപ്റ്ററിൻ്റെയും എക്സാം പോയിന്റുകൾ, അതായത് ഒരു 10 മുതൽ 15 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സേഫ് സോണിലാണ്. ഈ പോയിന്റുകളും അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഡിസ്കോസിൻ്റെ ഫോർമാറ്റുകളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 55 മാർക്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്കൊരു 40 മാർക്കെങ്കിലും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ജനറലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു പകുതി തെറ്റിച്ച് കഴിഞ്ഞാലും ഏകദേശം നമുക്കൊരു 5-6 മാർക്ക് കിട്ടും. ബാക്കി വരുന്നത് ഗ്രാമറാണ്. ആ ഗ്രാമറിൻ്റെ ഒരു പകുതി മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഗ്രാമറിൽ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന് റിപ്പോർട്ടർ സ്പീച്ചാണ്, 2 എഡിറ്റിംഗ് ആണ്, 3 ഇഫ് ക്ലോസ് ആണ്, 8ാമത്തെ പോയിൻ്റാണ് 4 കൊഹസീവ് ഡിവൈസസ് ആണ്. ഈ 4 ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാലല്ലേ ഗ്രാമറിൻ്റെ ഒരു 50% മുതൽ ഒരു 75% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാലല്ലേ നിങ്ങളുടെ ഒരു ബെയർ മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു 55 മുതൽ 60ൻ്റെ ഒരു റേഞ്ചിലായിരിക്കും. ഇതാണ് നിങ്ങൾ ഏറ്റവും താഴെയുള്ള നിങ്ങളുടെ ഒരു ബഫർ സോണായിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം A+ തന്നെയാണ്. പക്ഷേ ഇതെങ്കിലും നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, ഇത് പരമാവധി പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡബിൾ പാസ് എങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ടിനെ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സാമിന് പൊളിച്ചെടുക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്കിനി ഇന്നത്തെ ലൈവിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.